അപ്രതീക്ഷിതമായി അവിചാരിതമായി ഒരു ക്രൈമിൽ ഒരു മണി ഹേസ്റ്റിൽ ബലിയാടാകേണ്ടി വരുന്ന ഒരാൾ. തെളിവുകളില്ല, പോലീസ് അറസ്റ്റ് ഇല്ല. പക്ഷേ മാധ്യമ വിചാരണ ഒന്നുകൊണ്ട് മാത്രം അയാൾ ഒരു അക്യൂസ്ഡ് ആകുന്നു. നിരന്തരമായ മീഡിയ സ്ക്രൂട്ടണി അയാളുടെ ജീവിതത്തിന്റെ ജൈവിക താളത്തെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നു. പണവും പവറും ഉണ്ടെങ്കിൽ നിസ്സാരമായി മറികടക്കാവുന്ന ഒരു പ്രശ്നം. അതില്ലാത്ത ഒരു സാധാരണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ, ഒരു നോബഡിയെ എന്താക്കി മാറ്റുന്നു? അയാളുടെ ഏറ്റവും തീവ്രമായ സർവൈവൽ എങ്ങനെയാകുമെന്നതാണ് നിസാം ബഷീറിന്റെ മൂന്നാമത്തെ സംവിധാന ചിത്രം ഐ നോബഡി സംസാരിക്കുന്നത്. കെട്ടിയോളാണെന്റെ മാലാക, റോഷാക്ക് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തീർത്തും ഡിഫറെന്റ് ആയ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഐ നോബഡിയിൽ നിസാം ബഷീർ സ്വീകരിച്ചിരിക്കുന്നത്. ടെക്നിക്കലി വളരെ ബ്രില്യൻ്റ് ആയൊരു സിനിമ, മികച്ച ഫസ്റ്റ് ഹാഫ്. എന്നിട്ടും ക്ലൈമാക്സിന് തിയേറ്ററിൽ ഒരു ആവറേജ് അനുഭവം മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ എന്നതാണ് ഐ നോബഡിയുടെ ഏറ്റവും വലിയ പോരായ്മ. കോമൺ മാൻ സ്ട്രഗിളും അയാളുടെ അച്ചീവ്മെന്റും സർവൈവലും എക്കാലത്തും തിയേറ്ററിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഒരു ഫോർമുലയാണ്. ഈ ഫോർമുലയ്ക്കൊപ്പം ഗംഭീര ആക്ഷനും മീഡിയ സ്ക്രൂട്ടണി എന്നൊരു വലിയ സോഷ്യൽ ത്രെറ്റിനെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടും കഥാന്ത്യത്തിൽ നായകൻ വില്ലൊടിച്ചിട്ടും പ്രേക്ഷകനത് പൂർണ്ണാർത്ഥത്തിൽ അനുഭവിക്കാൻ സാധിക്കാത്തൊരു വോയിഡ് നോബഡിയുടെ രണ്ടാം പകുതിയിൽ എവിടെയോ അനുഭവപ്പെടുന്നുണ്ട്. ഐ നോബഡിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ്. പൃഥ്വിരാജിന്റെ സമീപകാലത്തെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നാണ് ഐ നോബഡി എന്ന് നിസ്സംശയം പറയാം. മികച്ച ആക്ഷൻ സീക്വൻസുകൾ, സിനിമറ്റോഗ്രാഫി, എഡിറ്റിംഗ്, മ്യൂസിക് ഇതെല്ലാം നോബഡിയിൽ എടുത്ത് പരാമർശിക്കപ്പെടേണ്ട ഡിപ്പാർട്ട്മെന്റുകളാണ്. പതിവ് തെറ്റിച്ച് വയലൻസ് അഗെയിൻസ്റ്റ് മെൻ ഈസ് ഓൾസോ പണിഷബിൾ ഒഫൻസ് എന്ന് ഇൻട്രോയിൽ കാണിച്ചു തുടങ്ങുന്ന സിനിമ പൂർണ്ണമായും ഡോമിനേറ്റ് ചെയ്യുന്നത് പൃഥ്വിരാജിന്റെ ഗ്രേ ഷെയ്ഡ് ക്യാരക്ടറായ രാജീവനാണ്. വളരെ കോംപ്ലക്സ്ഡ് ആയ രാജീവൻ എന്ന കഥാപാത്രത്തെയും അയാളുടെ മെന്റൽ സ്ട്രഗിളിനെയും വളരെ കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കുന്നു സിനിമ. അയാളുടെ ആക്ഷനെ പ്രേക്ഷകന് ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത വിധമാണ് കോൺഫ്ലിക്റ്റുകളുടെ ഡെപ്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. യാനിക് ബെൻ, കലേ കിങ്സൺ, അമിത് ജോളി ബാസ്റ്റിൻ എന്നിവരുൾപ്പെടുന്ന ടീമിന്റെ മികച്ച ആക്ഷൻ കൊറിയോഗ്രഫി ചിത്രത്തിന് മുതൽക്കൂട്ടാണ്. സമീപകാലത്തെ എല്ലാ വർക്കുകളിലും ഞെട്ടിച്ച പോലെ ആസ് യൂഷ്വൽ ജേക്സ് വിജയുടെ മികച്ച സംഗീത സംവിധാനം. പാർവതി അവതരിപ്പിച്ച മീരയും ഹക്കീം ഷാജാവിന്റെ പോലീസ് ക്യാരക്ടറും അശോകനും കുട്ടികളായെത്തിയ നക്ഷത്ര, ഐറ തുടങ്ങിയവരെല്ലാം മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ചാനലുകളുടെയും ക്ലിക്ക് ബൈറ്റുകളുടെയും നിമിഷവേഗ വ്യത്യാസത്തിൽ മാറിമറിയുന്ന മീഡിയയുടെ സോഷ്യൽ ഇഷ്യൂവിനോടുള്ള ഇൻട്രസ്റ്റുകളെയെല്ലാം തുറന്നു കാണിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഐ നോബഡിയിൽ നിസാം ബഷീർ. സൊസൈറ്റിയുടെയും ലോയുടെയും വാച്ച് ഡോഗ് ആയിരിക്കേണ്ട മീഡിയയും പോലീസ് ഫോഴ്സും ആരോ ഒരാളുടെ, ഒരു നോബഡിയുടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുമ്പോൾ ആ സാധാരണക്കാരന് സിസ്റ്റത്തോടും ഒരു വലിയ ഫോഴ്സിനോടും എന്ത് ചെയ്യാനാകും? ഐ നോബഡി സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ അത്തരത്തിൽ ഗൗരവകരമായി തന്നെ സമീപിച്ചിട്ടുണ്ട്. അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഒരുപാട് ജോണറുകളിലൂടെ കടന്നു പോകുന്ന സിനിമ കൂടിയാണ് ഐ നോബഡി. ആക്ഷൻ, സോഷ്യോ പൊളിറ്റിക്കൽ, സർവൈവൽ, ത്രില്ലർ തുടങ്ങി ഓരോ ഇടവേളകളിലും സിനിമയുടെ കഥാഗതിയിൽ മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ ജോണറിൽ ഈ സിനിമയെ കെട്ടിയിടാനും സാധിക്കില്ല. അതിഗംഭീരമായ ആദ്യ പകുതിയോട് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത രണ്ടാം പകുതി എന്ന പോരായ്മ മാറ്റി നിർത്തിയാൽ സമൂഹത്തിലെ എല്ലാ നോബഡികൾക്ക് വേണ്ടിയും സംസാരിക്കുന്ന സിനിമ കൂടിയാണ് ഐ നോബഡി.